വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൂതന്മാർ നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ദാനിയേൽ 10-ാം അധ്യായം 18-19 വാക്യങ്ങൾ. അപ്പോൾ മനുഷ്യ സാദൃശ്യത്തിലുള്ളവൻ പിന്നെയും വന്ന് എന്നെ തൊട്ട് ബലപ്പെടുത്തി, ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്ക എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു. യജമാനെ, സംസാരിക്കണമേ, നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ദാനിയേൽ പ്രവാചകൻ 21 ദിവസം ഉപവസിക്കുകയും ഇസ്രയേലിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അവസാന നാളുകളിൽ എന്ത് സംഭവിക്കുമെന്നും യെരുശലേമിന്റെ ശൂന്യത എപ്പോൾ അവസാനിക്കുമെന്നും അറിയാൻ ദാനിയേൽ തളർന്നുപോയി. അതിനാൽ അവനെ ശക്തിപ്പെടുത്താൻ ദൈവം തന്റെ ദൂതനെ അയച്ചു. നാം കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ നാം ഒരു മഹത്തായ കുടുംബത്തിന്റെ ഭാഗമായി തീരുന്നു. അവിടെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ദൂതന്മാരും കെരൂബുകളും സെറാഫീൻകളും എല്ലാം നമ്മെ ശക്തിപ്പെടുത്തുകയും കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നു. ഏറ്റവും പ്രിയ പുരുഷ എന്ന് വിളിച്ചപ്പോൾ ദൂതൻ ദാനിയേലിനെ എത്ര സ്നേഹത്തോടെ ബലപ്പെടുത്തിയെന്ന് നോക്കൂ. ആ വാക്കുകൾ കൊണ്ട് ദാനിയേൽ തൽക്ഷണം ബലപ്പെട്ടു. മേൽപ്പറഞ്ഞ വാക്യത്തിൽ ദാനിയേൽ ശക്തനായി. ദൂതനോട് പറഞ്ഞു, എന്റെ യജമാനൻ സംസാരിക്കണമേ, നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നുവല്ലോ എന്ന്. മഹാനായ ഏലിയ പ്രവാചകൻ പോലും ഒരിക്കൽ ക്ഷീണിതനായി. അവൻ മരിക്കാൻ ആഗ്രഹിച്ചു. മതി, ഇപ്പോൾ കർത്താവേ, എന്റെ ജീവനെ എടുക്കുക, കാരണം ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ല എന്ന്. പിന്നെ ഒരു ആവണക്കിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുമ്പോഴും. ഇത് 1 രാജാക്കന്മാർ 19-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. കർത്താവ് ഏലിയാവിന്റെ ക്ഷീണം നോക്കി, അവന്റെ ഭയവും അവിശ്വാസവും. അവൻ ഉടനെ തന്റെ ദൂതനെ അയച്ചു. ആ ദൂതൻ അവനെ ഉണർത്തി ഭക്ഷണം കഴിക്കാൻ കൊടുത്തു. വളരെ ദൂരം പോകേണ്ടതിനാൽ എഴുന്നേറ്റ് പോകുവാൻ അവൻ ദാനിയേലിനെ ബലപ്പെടുത്തി. ഹെരോദേസ് രാജാവ് പത്രോസിനെ തടവിലാക്കിയപ്പോൾ ദൈവം തന്റെ ദൂതനെ അയച്ചതിനെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ആ ദൂതൻ പത്രോസിനെ തട്ടി അവനോട് പറഞ്ഞു, അരകെട്ടി ചെരുപ്പിടുക. അങ്ങനെ അവൻ ചെയ്തു. അവൻ അവനോട്, നിന്റെ വസ്ത്രം ധരിച്ച് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ഇത് അപ്പോസ്തലപ്രവൃത്തികൾ 12-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ദൂതൻ ഹെരോദാവ് രാജാവിന്റെ കൈകളിൽ നിന്ന് അവനെ വിടുവിച്ചതോടെ ദൈവത്തിന്റെ വേല ശക്തമായി തുടരാൻ പത്രോസിന് കഴിഞ്ഞു. നിങ്ങൾക്കായി കർത്താവ് തന്റെ ശുശ്രൂഷ ആത്മാക്കളോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് ഒരിക്കലും മറക്കരുത്. ഇത് എബ്രായർ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണാം. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുകൊള്ളാൻ അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിക്കും. ദൈവമക്കളെ, നിങ്ങൾക്ക് ചുറ്റും സാത്താൻ വരുത്തുന്ന കഷ്ടപ്പാടുകളും സങ്കടങ്ങളും പോരാട്ടങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ദൈവത്തിന്റെ ദൂതന്മാരെ തിരയട്ടെ. അവർ നിന്റെ വീടിനു ചുറ്റും പാളയമിറങ്ങി ജ്വലിക്കുന്ന വാളുകളാൽ നിന്നെ കാക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം എബ്രായർ 1-ാം അധ്യായം 14-ാം വാക്യം. അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ള ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 143, 144, 145 അധ്യായങ്ങൾ. വൈകുന്നേരം 1 കൊരിന്ത്യർ 14-ാം അധ്യായം 21 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.